MTVയും ചാനൽ വിയും B4 ഒക്കെ കണ്ടിരുന്ന ഒരു കാലഘട്ടം ഓർമ്മയുണ്ടോ? ഒരുപാട് പേര് എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെയൊരു ടോപ്പ് ലിസ്റ്റ് ഞാൻ ചെയ്യുന്നത്. നമുക്ക് ആൽബം സോങ്സ് എന്ന് പറയുന്ന സമയത്ത് മനസ്സിലേക്ക് ഒരുപാട് മലയാളം പാട്ടുകളോടൊപ്പം തന്നെ കേൾക്കാൻ ആഗ്രഹമുള്ള കുറച്ച് ഹിന്ദി സോങ്സും ഉണ്ട്. ഇന്ന് ടോപ്പ് ലിസ്റ്റിൽ നമുക്ക് ചെക്ക് ചെയ്യാം നമ്മളുടെ മനസ്സ് കീഴടക്കിയ ചില നൊസ്റ്റാൾജിക് ഹിന്ദി ആൽബം സോങ്സ്. ഒരു കോളേജ് ഫെസ്റ്റ്, 2 ടീമായിട്ടാണ് അവിടെ ആൾക്കാർ എത്തുന്നത്. അവർ രണ്ടുപേരും ഒരു പപ്പറ്റ് ഷോ ഒരുക്കുകയാണ്. ആ ഒരു സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു പാട്ടുണ്ട്, മേനെ പായൽ ഹേ ചൺകായി എന്നുള്ളൊരു സോങ്. മറന്നിട്ടുണ്ടാവില്ലല്ലോ അല്ലേ? നമ്മുടെയൊക്കെ മനസ്സ് കീഴടക്കിയ ഫാൽഗുനി പതക്കിൻ്റെ ആ ഒരു സോങ് എന്നും പ്രിയപ്പെട്ടതാണ്. ഇനി പറയാൻ പോകുന്ന പാട്ടിറങ്ങിയിട്ട് 30-ലധികം വർഷമായി. നമ്മുടെ കയ്യിൽ വാക്ക്മാൻ ഉണ്ടായിരുന്ന സമയത്ത് കാസറ്റ് ഇട്ട് ബാക്ക് ടു ബാക്ക് കേട്ടുകൊണ്ടിരുന്നൊരു പാട്ടാണ്. എവിടെയെങ്കിലും മെയ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ളത് എഴുതി കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉടൻ തന്നെ പാടി തുടങ്ങുമായിരുന്നു. ദേക്കി ഹേ സാരി ദുനിയ. ഓർക്കുന്നുണ്ടോ അലീഷ ചിനോയ് പാടിയ ആ ഒരു പാട്ട്? എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ആദ്യമായിട്ട് ഈ ഒരു പാട്ട് കേൾക്കുന്നത് MTVയിലാണ്. MTVയിൽ ഒരു മീശ വെച്ച കുറച്ച് വണ്ണമുള്ള ഒരാൾ വന്ന് പാടുന്ന സമയത്ത് നമ്മൾ ഞെട്ടിപ്പോയിട്ടുണ്ട്. ശ്വാസം പിടിച്ച് എങ്ങനെയാണ് ഇത്രയും പാടാൻ പറ്റുക എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ. ശങ്കർ മഹാദേവന്റെ ബ്രെത്ത്ലെസ്. ഇതൊരു ഗസലാണ്, പങ്കജ് ഉദാസ് ഒരുക്കിയ ഒരു ഗസൽ. നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് സമീറ റെഡ്ഡി എന്ന നടിയുടെ മുഖമായിരിക്കും. നല്ല നീളം മുടിയുള്ള സമീറ റെഡ്ഡി അവസാനം ആ മുടി മുറിച്ച് ഒരു ഹെൽമെറ്റ് കൊണ്ട് കൊടുക്കുന്ന വളരെയധികം സങ്കടം തോന്നുന്ന ഒരു റൊമാൻറ്റിക് സ്റ്റോറി പറഞ്ഞൊരു പാട്ടുണ്ട്, ഓർ ആഹിസ്ത എന്ന് പറയുന്നൊരു പാട്ട്. ഒരു കഫേയിലാണ് ഈ ഒരു പാട്ട് നടക്കുന്നത്. ആ കഫേയിൽ അവിടെ സെർവ് ചെയ്യാൻ നിൽക്കുന്ന കുറേയധികം പയ്യന്മാരുണ്ട്. അവിടെ വരുന്നൊരു പെൺകുട്ടിയുടെ അടുത്ത് ഭയങ്കര ഇഷ്ടം തോന്നുകയാണ് ഈ ഒരു പയ്യന്. അവൻ ആ പെൺകുട്ടി കുടിച്ച കപ്പുകളൊക്കെ കൊണ്ട് സൂക്ഷിച്ചു വെക്കുന്നുണ്ട് അവൻ്റെ ലോക്കറിൽ. ഓർക്കുന്നുണ്ടോ ആര്യൻസ് എന്ന ബാൻഡ് ഒരുക്കിയ ദേക്കാ ഹേ തേരി ആംഖോं को എന്നുള്ളൊരു പാട്ട്? നമ്മുടെ പ്രിയപ്പെട്ട ദാസേട്ടൻ പാടിയ ഒരു ആൽബം സോങ് ഉണ്ട്. ഇന്നും അതെ, ഈ പാട്ട് കേൾക്കുന്ന സമയത്ത് പണ്ടുകാലത്ത് നമ്മൾ TV കണ്ടിരുന്ന ഒരു ഓർമ്മയാണ് പലരുടെയും മനസ്സിലുള്ളത്. സിത്താരോ മേ തൂ ഹി എന്ന ആൽബത്തിൽ വന്ന ചമക്ക് ചം ചം. ൽ ഇറങ്ങിയ ഒരു ആൽബത്തിനെ കുറിച്ചാണ് ഇനി എനിക്ക് പറയാനുള്ളത്. ഷാൻ എന്ന സിംഗർ പാടിയ പാട്ട്. പല ആൾക്കാരും ഈ ഒറ്റയ്ക്കൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ലോങ് ഡ്രൈവ് ഒക്കെ ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ആൽബം സോങ്, തൻഹാ ദിൽ തൻഹാ സഫർ എന്നൊരു പാട്ട്. പണ്ട് മുതലേ ഒരുപാട് മ്യൂസിക് ബാൻഡ്സ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ 2000 ഒക്കെ എത്തിയ സമയത്ത് TV ചാനൽസ് പോപ്പുലറായി മാറി. ആ ഒരു ടൈമിൽ നമ്മൾ ഏറ്റവും അധികം കേൾക്കാൻ ആഗ്രഹിച്ച ചില പാട്ടുകൾ ഒരുക്കിയത് ഇത്തരത്തിലുള്ള ചില ബാൻഡുകളായിരുന്നു. ബോംബെ വൈക്കിങ്സ് അത്തരത്തിലുള്ളൊരു ബാൻഡുമായിരുന്നു. അവരൊരുക്കിയ വോ ചലി എന്നുള്ളൊരു പാട്ട് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു ആൽബം സോങ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് TVയിലൂടെയാണ് നമ്മൾ കണ്ടത്. ബട്ട് ഇതൊരു TV ഷോയുടെ തീം സോങ് ആയിരുന്നു. MTVയുടെ സ്പ്ലിറ്റ്സ് വില്ല എന്ന് പറയുന്ന സമയത്ത് ഒരു പക്ഷേ മനസ്സിൽ ആദ്യം എത്തുന്നത് അഗ്നി എന്ന ബാൻഡ് ഒരുക്കിയ ആഹട്ടെ എന്നുള്ളൊരു പാട്ടാണ്. ആ ഒരു പാട്ട് നൽകുന്ന ഒരു ഫീലുണ്ട്, ഒരു വല്ലാത്തൊരു വിഷമമാണ് നമുക്ക് മനസ്സിലുണ്ടാകുന്നത്. ഓരോരുത്തരും ആ ഒരു സ്പ്ലിറ്റ്സ് വില്ലയിൽ നിന്ന് പുറത്തു പോകുന്ന സമയത്ത് അവർ ഇടയ്ക്കിടയ്ക്ക് ഈ പാട്ടിടുമായിരുന്നു. ഒരു ഒന്നൊന്നര ഫീലായിരുന്നു അല്ലേ? MTV ഒരു മ്യൂസിക് ചാനൽ ആയിരുന്ന കാലം നമ്മുടെയൊക്കെ ഫേവറേറ്റ് കാലഘട്ടമാണ്. അതേപോലെ തന്നെയായിരുന്നു ചാനൽ V ഉണ്ടായിരുന്ന ഒരു കാലഘട്ടവും. അവർ 2000-2002 കാലഘട്ടത്തിൽ ഒരു റിയാലിറ്റി ഷോ ഇന്ത്യയിൽ നടത്തി, പോപ്പ് സ്റ്റാർസ് എന്നുള്ളൊരു പേരിൽ. അവരൊരു ഓൾ ഫീമെയിൽ ബാൻഡ് കൂടി ഫോം ചെയ്തു, വിവ. ഓർക്കുന്നുണ്ടോ അവരൊരുക്കിയ ആ ഒരു പാട്ടുകൾ? ഹംനെ ഗീത് സുനായും ജഹാ ഹോ പ്യാർ കാ മോസവും.
എനിക്കറിയാം ഇന്ന് ഈ ഒരു ലിസ്റ്റ് കേട്ട സമയത്ത് പലരും ഓർമ്മകളിലൂടെ പോയിട്ടുണ്ടായിരിക്കും എന്നുള്ള കാര്യം. MTVയിലെ സെലക്റ്റും മോസ്റ്റ് വാണ്ടഡും ഒക്കെ കണ്ടിരുന്ന ഒരു കാലഘട്ടം പലരുടെയും മനസ്സിലൂടെ പോയിട്ടുണ്ടായിരിക്കും എന്നുള്ള കാര്യം. ഇന്ന് ഇത്തരത്തിലുള്ള മ്യൂസിക് ചാനൽസ് ഒക്കെ വളരെ കുറവായിരിക്കും, എങ്കിലും ഓർമ്മകൾ എന്നും നല്ലതാണ്. അതെ, നിങ്ങളുടെ ടോപ്പ് ലിസ്റ്റിലുള്ള ഹിന്ദി ആൽബം സോങ്സ് ഏതൊക്കെയാണ്? ഒന്ന് കമൻറ്റ് ചെയ്യാമോ?